السلام عليكم ورحمة الله تعالى وبركاته. الحمد لله رب العالمين الصلاة والسلام على رسول رب العالمين وعلى آله وصحبه أجمعين أما بعد. പ്രിയമുള്ള സഹോദരങ്ങളെ, ശുദ്ധമായ മക്കയിൽ നിന്നും അള്ളാഹുവിൻ്റെ ഹബീബായ മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട ഖദീജ ഉമ്മ റളിയല്ലാഹു അൻഹയുടെ അടുത്ത് നിന്നാണ് ഈ മെസ്സേജ് അയക്കുന്നത്. ഏകദേശം ഒരാഴ്ചയിലധികമായിട്ട് ഇവിടെയാണ്. പലരും മെസ്സേജുകൾ ഇങ്ങനെ അയക്കുന്നതൊന്നും നോക്കാൻ കഴിഞ്ഞിട്ടില്ല. മക്കയിൽ അംറയും അതുപോലെ തന്നെ ജബലുൻ നൂറും അതുപോലെ മറ്റു പ്രധാനപ്പെട്ട ത്വായിഫും യാത്രകളിലൊക്കെ ആയതുകൊണ്ട് ഞാൻ ഏതോ തുരീഖത്തിൽപ്പെട്ടിട്ടുണ്ട്, കള്ളത്തുരീഖത്തിൽപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് ധാരാളം മെസ്സേജുകൾ പലരും അയക്കുന്നത്. ഹക്കായിട്ട് സത്യമായിട്ട് ഈ പരിശുദ്ധമായ നാട്ടിൽ നിന്ന് അള്ളാഹിൻ്റെ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും അവിടുത്തെ പ്രിയപ്പെട്ട ഖദീജ റളിയല്ലാഹു അൻഹ മറ്റ് സ്വഹാബത്തെ കിറാമൊക്കെയുള്ള ഈ മഖ്ബറയുടെ ചാരത്ത് വെച്ച് അള്ളാഹുവിനെ തൊട്ട് ഞാൻ സത്യം ചെയ്യുന്നു, ഞാൻ ഒരു കള്ളത്തുരീഖത്തിലും പെട്ടിട്ടില്ല. പിന്നെ ഈ പ്രചരിപ്പിക്കുന്ന ആളുകൾ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് സത്യമായിട്ടും എനിക്കറിയില്ല. ഞാൻ ഒരു തുരീഖത്തിലും പെട്ടിട്ടില്ല എന്ന് ആണയിട്ട് ഞാൻ പറയുന്നു. ഇത് തെറ്റിദ്ധരിപ്പിച്ചവർക്കും അത് പ്രചരിപ്പിക്കുന്നവർക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കുമാറാവട്ടെ. ഞാൻ ആ തുരീഖത്ത് എനിക്കുണ്ട്. എനിക്ക് തുരീഖത്ത് തന്നത് ബഹുമാനപ്പെട്ട റഈസുൽ ഉലമ സുലൈമാൻ ഉസ്താദ്, അതുപോലെ തന്നെ പിന്നീട് വഫാത്തായി പോയ എനിക്ക് മഹബത്തിൻ്റെ ഒരുപാട് ലോകങ്ങൾ കാണിച്ചു തന്ന മഹാനായ താജ് ശരിയ അലി കുഞ്ഞി ഉസ്താദ് ശരിയ ഖദ്ദസുല്ലാഹു സിറൽ അസീസ്, അതോടൊപ്പം യമനിൽ ഞങ്ങൾ ഒരിക്കൽ യാത്ര പോയപ്പോൾ അന്ന് ഒരുപാട് സാദാത്തുക്കളും ആലിമീങ്ങളൊക്കെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. ഹബീബ് ഉമർ ബിൻ ഹഫീദ് ഹഫ്ളഹുല്ലാ മഹാനവറുകളിൽ നിന്നും കിട്ടിയിട്ടുണ്ട്. അല്ലാതെ ഇവിടെയും ഒരു തുരീഖത്തിലും ഞാൻ പോയിട്ടില്ല, ബൈഅത്ത് ചെയ്തിട്ടില്ല, മുരീദ് അങ്ങനെ ഒരു പട്ടം ഞാൻ സ്വീകരിച്ചിട്ടില്ല എന്ന് ഇതിനാൽ അറിയിക്കുന്നു. അതുകൊണ്ട് പ്രചരിപ്പിക്കുന്ന പ്രചരണങ്ങളിൽ ആരും അതിൽ പെട്ടുപോകാതെ അള്ളാഹു അവർക്കൊക്കെ പുറത്തു കൊടുക്കട്ടെ. ആ പ്രചരിപ്പിക്കുന്നവർക്കൊക്കെ പുറത്തു കൊടുക്കാൻ വേണ്ടി ദ്വാരക്കുക. ഞാൻ അങ്ങനെ ഒരു തുരീഖത്തിലും പെട്ടിട്ടില്ല എന്ന് അള്ളാഹുവിനെ സാക്ഷി നിർത്തി വിശുദ്ധമായ മക്കയിൽ ഖദീജ ഉമ്മയുടെ ചാരത്ത് വെച്ച് അറിയിക്കുന്നു. നമുക്ക് അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിൻ്റെ പണ്ഡിതന്മാർ പറയുന്നത് തന്നെയാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ. അവരുടെ നിർദ്ദേശങ്ങൾക്ക് അനുസരിച്ച് മാത്രമേ ഇത്രയും കാലം ജീവിച്ചിട്ടുള്ളൂ. ഇൻഷാ അല്ലാഹ് ഇനിയും ആ രീതിയിൽ തന്നെയാണ് ഞാൻ ജീവിക്കുക. ബഹുമാനപ്പെട്ട ഉസ്താദുമാർ റഈസുൽ ഉലമ സുൽത്താനുള്ള എ.പി. ഉസ്താദ്, കോട്ടൂർ ഉസ്താദ്, പൊന്മള ഉസ്താദ്, അലിബാഫക്ക് തങ്ങൾ, അങ്ങനെ തുടങ്ങി ഏറ്റവും പ്രധാനപ്പെട്ട മഹാത്മാക്കൾ, അതേപോലെ തന്നെ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ, ആലിക്കുട്ടി ഉസ്താദ് തുടങ്ങുന്ന സമസ്തയുടെ നേതൃത്വം, ഇവരൊന്നും പറയുന്നതിന് വിരുദ്ധമായി അല്ലെങ്കിൽ വിരുദ്ധമായ ഒരു ആശയത്തിലേക്കോ മറ്റോ എവിടെയും ഞാൻ പോയിട്ടില്ല. ഇന്ന് വരെ എൻ്റെ ഏതെങ്കിലും ഒരു പ്രസംഗത്തിലോ എൻ്റെ ഏതെങ്കിലും ഒരു എഴുത്തിലോ എൻ്റെ ഏതെങ്കിലും ഒരു വീഡിയോയിലോ ഞാൻ ഇവരുടെ ഈ ഉസ്താദന്മാരുടെ ആശയങ്ങൾ ശരിയല്ല, അല്ലെങ്കിൽ ഞാൻ ഈ ഉസ്താദന്മാരുടെ ആശയത്തിനെതിരായ മറ്റൊരു തുരീഖത്തിലാണ് ഞാനുള്ളത്, അല്ലെങ്കിൽ എൻ്റെ ക്ലാസ്സുകൾക്ക് ആരെങ്കിലും ഒരാളെ തുരീഖത്തിലേക്ക് ക്ഷണിച്ചുകൊണ്ടോ ഞാൻ സംസാരിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, നിങ്ങളുടെയൊക്കെ നാട്ടിലെ ദീനി സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തണം, അതിനുവേണ്ടി എല്ലാ ഒത്താശകളും ചെയ്തു കൊടുക്കണം എന്നതല്ലാതെ ഇന്ന് വരെ ഒരു വീഡിയോയിലും ഞാൻ സംസാരിച്ചത്, യൂട്യൂബിൽ ധാരാളം വീഡിയോസ് ഉണ്ട്, എവിടെയും ഞാൻ സംസാരിച്ചിട്ടില്ല. ഇനിയും ഞാൻ ആ ഒരു രീതിയിൽ തന്നെയാണ് ജീവിക്കാൻ ഉദ്ദേശിക്കുന്നത്. സമസ്ത ഉലമാക്കളുടെ നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് അതിനനുസരിച്ച് ജീവിക്കാൻ തന്നെയാണ് ഉദ്ദേശിക്കുന്നത് എന്ന് ഈ മക്കത്ത് ഷെരീഫിൽ നിന്ന് അറിയിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രചരിപ്പിക്കുന്നവർക്കൊക്കെ പുറത്തു കൊടുക്കുമാറാവട്ടെ. എന്നോട് ഒരുപാട് ഉസ്താദുമാർ സലാത്തുകൾ ഇതിൻ്റെ സത്യാവസ്ഥ അന്വേഷിച്ച് എന്നെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട്. ഒരുപാട് ആളുകൾക്ക് ഞാൻ റിപ്ലൈ കൊടുത്തിട്ടുണ്ട്, എന്താണ് സാറേ സത്യാവസ്ഥ എന്ന് അറിയാൻ വേണ്ടി. ഏതായാലും നാട്ടിൽ വന്നിട്ട് ഇൻഷാ അല്ലാഹ് പ്രധാനപ്പെട്ട ഉസ്താദുമാരെ ഞാൻ നേരിട്ട് പോയി കാണുകയും ചെയ്യും. അള്ളാഹു ഉസ്താദുമാരുടെ പൊരുത്തത്തിൽ, സഹാബത്തുക്കളുടെ പൊരുത്തത്തിൽ ജീവിക്കാൻ നമുക്കൊക്കെ തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.